എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാലോ? ഞാനത് എന്നോടൊക്കെ വിചാരിച്ചു. ഈ കാലഘട്ടത്തിലെ ഇനി ആരാണെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു റെലവെന്റ് ആയിട്ടുള്ള ചോദ്യം, എങ്ങനെ പിടിച്ചു അപ്പം താങ്ക് യു സോ മച്ച്. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ എങ്ങനെ പിടിച്ചു അതാണ് ചോദിക്കാൻ. എന്റെ കുരുത്തകടകളെ പറ്റി ചോദിക്കാൻ പോകണോ? അല്ല, എനിക്ക് പേടിയായി പെട്ടെന്ന്. ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത് എൻ്റെ വൈഫുമായിട്ടാണ്. ആൻഡ് ഷീ നോസ് മീ, ലൈക്ക് എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കൃത്യമായിട്ട് അറിയുന്നതാണ്. എല്ലാവരും ഭയങ്കര കൈൻഡാണ്. ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മള് സ്മൈൽ ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു എക്സാക്ട്ലി കറക്റ്റ്. നമ്മൾ ചിരിച്ചോണ്ടിരിക്കുമ്പോ ഒരു ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. അതിനെപ്പറ്റി പറഞ്ഞ അപ്പൊ വസന്തം തന്തവൈബ് എന്ന് പറയും. അതുകൊണ്ട് ഇപ്പം ആ ഫിലിമും കൂടി ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ ഒമാൻ ചിപ്സ്, സൊഹാർ ചിപ്സ്, അങ്ങനെ കുറച്ച് സ്പെസിഫിക് സാൻഡ്വിച്ച്, ഐസ്ക്രീം, ഷവർമയുടെ വില 2.5 നിന്ന് 10 ദിറത്തിലേക്ക് ആയതിലാണ് നമുക്കൊക്കെ പ്രായമായി. ആ ഒരു ഫുൾ ഞാനിങ്ങനെ പോസ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് ഐ സോ യുവർ പോസ്റ്റ് അബൌട്ട് ബാല ഭാസ്കർ. ബാലു unfortunately he's not with us. Yeah. So what connection did you share with? So Balu Chetan and me, I kind of have not told this anywhere. ബാലു ചേട്ടൻ ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ കറങ്ങാൻ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഞങ്ങൾ. അങ്ങനെ കുറേ നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, നല്ല കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ആക്ടർ ആലി ആൽക്കമിസ്റ്റ് ഇൻസ്റ്റാ ബയോ പറയുന്ന അതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ട്രൂ ടു ദ വേർഡ്സ്. വെൽക്കമിങ് ഓൺ ടു ഞാൻ വിടമാട്ടെ ബൈ കീർത്തി, ആദിൽ ഇബ്രാഹിം. താങ്ക് യു സോ മച്ച് കീർത്തി. എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, ഓൾ ഗുഡ്. ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ദുബായിലേക്ക് വന്നതാണ് ഞാൻ. കുറച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദുബായിലേക്ക് വരും. നാട്ടിൽ ഓരോ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ വരുമ്പോൾ അപ്പോൾ ഐ കം ഹിയർ ബിക്കോസ് ഫാമിലിയും ഒക്കെ ഇവിടെയാണ്. പിന്നെ ഇവിടെ കുറേ ബിസിനസ് പരിപാടികളുണ്ട്. അപ്പോൾ അതും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വരും. ഒരു കാര്യത്തിൽ ഞാൻ തുടങ്ങിയ ബയോയിൽ നിന്ന് തന്നെ തുടങ്ങുവാണ്. റിയലി വാട്ട് ഹുക്ക് മീ ഈസ് ദ വേർഡ് ആൽക്കമിസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എപ്പോൾ ഒരു ലോ പോയിന്റ് വന്നാലും when there is a dip, I go and refer that. ആ യൂണിവേഴ്സ് കൺസ്പയർ ചെയ്യുന്ന കാര്യമാണെങ്കിലും we have a destiny path എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ why alchemist? Why that? No, it's just that I work a lot on energy control and how I retain my energy. അപ്പോൾ എനർജി കൺട്രോൾ അറിയുന്ന ആളുകളൊക്കെ ആൽക്കമിസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ആക്ച്വലി പ്രോബബ്ലി ഐം ദോസ് വോണ ബി ആൽക്കമിസ്റ്റ് ആയിരിക്കും. ഒരു കംപ്ലീറ്റ് ആൽക്കമിസ്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം സ്റ്റിൽ ലേണിങ് ഇറ്റ്. ബട്ട് ഐ ലൈക്ക് ദ ഹോൾ എന്താ പറയുക, ബ്രെയിനും ഹാർട്ടും എല്ലാം ഹാർമണിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തും. ആൻഡ് ഓൾസോ ഐ തിങ്ക് നമ്മൾ ക്രിയേറ്റീവ് ഫീൽഡിലൊക്കെ ഇരിക്കുന്നവർ, വാട്ട് ജനറലി ഹാപ്പൻസ് ഇസ് we have our ups and downs, it's kind of ചിലപ്പോൾ സാബോട്ടാജ്ഡ് അവസ്ഥയിലേക്ക് വരും, ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ഹൈ വരും. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ബ്രിങ് എവറി തിങ് ഇൻ അലൈൻമെന്റ്. അതുകൊണ്ട് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലൈക്ക് in your life universe has conspired this for me? Definitely. I think every human that is on this world, ഈ ലോകത്ത് നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തിക്കും അവരുടെ ലോകം വളരെ വലുതാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ലോകം ഭയങ്കര വലുതാണ്. ലൈക്ക് എൻ്റെ ജേർണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് what I try to believe or what I believe strongly is that എല്ലാവർക്കും ഭയങ്കര ആൽക്കമിസ്റ്റ് എനർജി ഉള്ളവർ തന്നെയാണ്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നോട്ട് എവറിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഓർ എന്താ പറയുക ഇൻ എ സെറ്റ് ഓഫ് എന്താ പറയുക മൈൻഡ് സെറ്റ് ടു ടാപ്പ് ഇറ്റ്. അത് ടാപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടാവില്ലായിരിക്കാം എന്നുള്ളത് കൊണ്ട്. അല്ല, മൈൻഡ് സെറ്റ് മാത്രമല്ല, ഐ ഫീൽ അത് ലൈക്ക് എവിടെയെങ്കിലും നമ്മളൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളെ തന്നെ ബ്രേക്ക് ചെയ്ത് വേണം ഈ ആൽക്കമിസ്റ്റിലേക്ക് മോൾഡ് ചെയ്യാനായിട്ട്. ഇറ്റ്സ് എ ഹാർഡ് പാർട്ട്. ലൈക്ക് നമ്മളത് കൺഫ്രണ്ട് ചെയ്യുക, നമ്മുടെ ഇമോഷൻസിനെ കൺഫ്രണ്ട് ചെയ്യുക. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പം ഇതൊക്കെ ഏത് പോയിന്റിലാണ് ഡിഡ് യു ഫീൽ ലൈക്ക് ഓക്കെ എനിക്കിത് വേണം? ഇപ്പം നമ്മൾ പറയുന്ന ഓരോ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഇറ്റ് ഷുഡ് ഹാവ് ബിൻ. പക്ഷേ ഐ ഫെൽറ്റ്, എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ പോയിന്റിലും നമുക്ക് ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റ് ബാക്കുകളായിട്ടാണെങ്കിലും വരുന്ന സമയത്ത് ഹൗ യു റിസീവ് ഇറ്റ് ആൻഡ് ഹൗ യു ടേക്ക് ഇറ്റ്, ഹൗ യു അലൈൻ വിത്ത് ഇറ്റ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ ദിസ് ടു ഷാൽ പാസ്,
ഇതും കടന്നു പോകും. അത് എല്ലാ കോണ്ടെക്സ്റ്റിലും നല്ലതാണെന്ന് പറയും. അഹങ്കരിക്കുമ്പോഴും നല്ലതാണ്, വിഷമമുള്ളപ്പോഴും നല്ലതാണ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ കോണ്ടെക്സ്റ്റുകൾ അനുസരിച്ചിട്ട് നമ്മുടെ എനർജികളെ എല്ലാം അലൈൻ ചെയ്ത് ഒന്നും എഫക്റ്റ് ചെയ്യാതെ ആ പോയിൻ്റ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്റ്റാറായിട്ട് ഇങ്ങനെ കത്തി നിൽക്കുക നമ്മുടെ വേൾഡിൽ. നോട്ട് ടു പ്രൂവ് എനിബഡി, യുനോ. എല്ലാം ഈ പറഞ്ഞ മാതിരി മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്പേഴ്സിൻ്റെ അപ്പുറം, യുനോ, ഒരു പൊസിഷൻ, ഫീൽഡ് വേർ യുനോ എവറിത്തിങ് ഈസ് ലൈക്ക് എല്ലാം പീസ്ഫുള്ളാണ്, എല്ലാം ബാലൻസ്ഡ് ആണ്. അങ്ങനെ ഒരു ആൽക്കമിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നിങ്ങൾ ഭയങ്കര അതിൽ കോംപ്ലിക്കേറ്റ് ചെയ്ത് എന്നെ നേരെ ഹിമാലയത്തിലേക്കൊന്നും അയക്കേണ്ട. ഞാൻ ജസ്റ്റ് യുനോ ഇറ്റ്സ് ഫോർ മൈ ഓൺ യുനോ. But we are in media, and media friendships are very different. Very important also. And different and important, Yeah. Connections and friendship. എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബിക്കോസ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ദർ ഇസ് എ ലോട്ട് ഓഫ് പോസിറ്റീവ് സൈഡ് വെയർ വി ഹെൽപ്പ് ഈച്ച് അതർ, സപ്പോർട്ട് ഈച്ച് അതർ, ആൻഡ് ദെൻ ദർ ഇസ് എ കോൺ ദാറ്റ് കംസ് വിത്ത് എന്താ പറയുന്നത്, ഈഗോ ആൻഡ് ചെറിയ ചെറിയ കാര്യങ്ങൾ. ബിക്കോസ് ക്രിയേറ്റീവ് പീപ്പിൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. എക്സാക്ട്ലി. സോ അതെങ്ങനെയാ മെയിൻറ്റെയിൻ, ഈ ഫ്രണ്ട്ഷിപ്പ് അതെന്താ പറയുക, നമുക്ക് നമ്മുടെ ഇതിനെപ്പറ്റി മാത്രം വറി ചെയ്യാൻ പറ്റുള്ളൂ. വി കാൺട്ട് വറി അബൌട്ട് എവ്രിബഡീസ് എനർജി. വി ക്യാൻ ഓൺലി തിങ്ക് ഓഫ് നമ്മളെന്താണ് ഇമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് അതിനെ പറ്റിയിട്ട് എന്താ പറയുക, ബോധേഡ് ആവാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് ഈസ് ഓൺ എനി എക്സ്റ്റേണൽ ഫോഴ്സ്. അതിപ്പോൾ ഇപ്പം നമ്മളെ പറ്റി ഒരാൾക്ക് ഒരു അഭിപ്രായം, നല്ല അഭിപ്രായം ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഒരു ഓത്തൻറ്റിസിറ്റിയും ഇല്ലാതെ ഓൾറെഡി നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം, മീഡിയയിലോ അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ വി കാൺ ബി ടേക്കിംഗ് ഓൾ ദ ബർഡൻ ഓൺ ടു അസ്, അല്ലേ. നമുക്ക് ബാക്കിയുള്ള എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് നമ്മളൊരു കംപ്ലീറ്റ് സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും. അപ്പം നമ്മൾ ആ എനർജി സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ മീഡിയയിൽ ഐ ഹാവ് ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് വിത്ത് സോ മെനി പീപ്പിൾ, ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ഇറ്റ് ഈസ് എന്താ പറയുക, പതുക്കെ അത് ട്രാൻസ്ഫോം ആയി അത് ഇവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ്. അപ്പോൾ അതിൽ അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ഉണ്ടായിട്ടും കൂടെ നിന്നിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ സിനിമയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആൻഡ് അങ്ങനെ ഇഫ് യു ആസ്ക്, എപ്പോഴും നമ്മൾ എല്ലാം റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. ലൈക്ക് യുനോ, ഐ ഡോണ്ട് ടേക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട്. അത് പ്രോബബ്ലി എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഒരു ഡ്രോബാക്ക് ആയിരിക്കാം. ഞാനത് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി, ബട്ട് ഐ എം ഓൾവേസ് അവൈലബിൾ ഫോർ പീപ്പിൾ ഹൂ ബിലീവ് ഇൻ മീ, ഹൂ ഇസ് ദെയർ ഫോർ മീ. എല്ലാം എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ അല്ലാതെ അത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഭയങ്കര എഫേർട്ടൊന്നും എടുക്കുന്ന ആളല്ല, ഓണസ്റ്റ്ലി. സഞ്ജു ശിവറാം ആസ് എ ഫ്രണ്ട്. സഞ്ജു ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. കാരണം സഞ്ജു എന്താ പറയുക, ഞാനും സഞ്ജുവൊക്കെ ഇങ്ങനെ സിനിമ എന്താണ് ആഗ്രഹിക്കുന്ന സമയം സഞ്ജു സ്റ്റാർട്ടഡ് വേ ഏർലി. അപ്പോൾ ഹി ഹാസ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ടു ഷെയർ, ഹി ഹാസ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ്. പിന്നെ മാത്രമല്ല സഞ്ജു ഭയങ്കര രസകരമായിട്ട് ലൈഫിനെ കാണുന്ന ഒരാളാണ്, സുഹൃത്താണ്, നല്ല സുഹൃത്താണ്. അപ്പോൾ വി ഈവൻ വർക്ക്ഡ്, ഇപ്പോൾ 1000 Babiesൽ ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ യുനോ ഹി ഈസ് വൺ ഓഫ് ദോസ് വെരി ഗുഡ് ഫ്രണ്ട്സ്. സിനിമയിലുള്ളൊരു നല്ല സുഹൃത്ത് തന്നെയാണ്. ആൻഡ് ഞാൻ ലാസ്റ്റ് ഡേ ഞാനിങ്ങനെ പോസ്റ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് ഐ സോ യുവർ പോസ്റ്റ് അബൌട്ട് ബാലഭാസ്കർ. ബാലു unfortunately he's not with us anymore. So what connection did you share with? So Balu Chetan and me, you know, I kind of have not told this anywhere. ബാലു ചേട്ടൻ ഇവിടെ വരുമ്പോഴൊക്കെ എന്നെ വിളിച്ചിരുന്നു. അതായത് ഞാൻ പണ്ട് നമ്മുടെ യുനോ നമ്മുടെ ഇവിടുത്തെ ഒരു ബാലു ഇല്ലേ, അപ്പോൾ ബാലുബായി ഇവിടെ ഉണ്ട് ആള്. അപ്പോൾ പുള്ളി ഞാനൊക്കെ നമുക്ക് ദുബായിലത്തെ ഏർലി ആൾക്കാരാണ്. ഇപ്പോൾ പുള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ മെമ്പറാണ്, എല്ലാവരെയും അറിയുന്ന ആളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ട് ഇവിടെ ഷോസ് അതിൻ്റെയൊക്കെ എന്താ പറയുക കോർഡിനേറ്ററൊക്കെ ആയിട്ട് കുറേ ഷോസിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷോയിൽ വെച്ചിട്ടാണ് എനിക്ക് ബാലഭാസ്കർ ചേട്ടനെ അറിയുന്നത്. പക്ഷേ ആ ഷോന് ശേഷം ഹി ഓൾവേസ് കോൾഡ് മീ. ഇവിടെ വരുമ്പോഴൊക്കെ വിളിക്കും എന്നെ, ഞാൻ കറങ്ങാൻ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകും ഞങ്ങൾ. അങ്ങനെ കുറേ നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, നല്ല കുറേ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. സോ ഭയങ്കര ഒരു വോയിഡ് സ്പേസാണ്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹമായിട്ടുള്ള സൗഹൃദം. പക്ഷെ പുള്ളി അങ്ങ് വൺ ഫൈൻ ഡേ അങ്ങ് പോയപ്പോൾ ഐ കൈൻഡ് ഓഫ് ഫെൽറ്റ് വെരി ബാഡ് അബൌട്ട് എന്താ സംഭവിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ വി യൂസ് ടു ലൈക്ക് എന്നെ ഇങ്ങനെ വിളിക്കും, എടാ നീ അഭിനയിക്കില്ലേ,
നീ നല്ല ഫോട്ടോസ് പെട്ടെന്ന് അയക്ക്, ഒരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് എന്നെ ലാസ്റ്റ് വിളിച്ചത്. പിന്നെ ദിസ് ഹാപ്പൻഡ്, യുനോ. സോ യാ, ഗുഡ് യു ആസ്ഡ്. യുനോ ദാറ്റ് ഇസ് എ വെരി ഹെവി void space for everyone. ഒരു അങ്ങനത്തെ ഒരു സ്പേസ് തന്നെയാണ്. പിന്നെ എക്സ്ട്രീംലി എന്താ പറയുക, ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു മാജിക്കൽ മനുഷ്യനാണ്. ഇപ്പോൾ താനത് ചോദിച്ചത് മുതൽ ഐ എം റിമെമ്പറിങ് ഓൾ ദോസ് പെർഫോമൻസസ്. ഇവിടെ വന്നിട്ട് എത്ര പ്രാവശ്യം അൽ നാസറിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേജുകളിൽ വന്നിട്ടുണ്ട്. എപ്പോഴും ഓഡിയൻസിനെ കയ്യിലെടുക്കും, യുനോ. ആ ചിരിയും പിന്നെ ആ പെർഫോമൻസും. നമ്മൾ തുടക്കത്തിലെ കോൺവെർസേഷൻ നമ്മൾ ഇതിന് മുന്നേ സംസാരിച്ച സമയത്ത് പറഞ്ഞ കാര്യമുണ്ട്, വി ആർ ഗൾഫ് പ്രോഡക്ട്സ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ടോട്ടൽ ഗൾഫ് കിഡാണ് ഞാൻ. ഗൾഫ് കിഡാണ്. അപ്പം എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു സ്കൂൾ സമയം, കാലഘട്ടം എന്നൊക്കെ പറയാം. നമ്മളിങ്ങനെ പറയല്ലോ നാട്ടിലത്തെ സ്കൂൾ കാലഘട്ടം എങ്ങനെയായിരുന്നു? സിപ്പ പൊടിച്ച് മാമന്റെ കല്ലെറിഞ്ഞ്. ഐ സ്റ്റഡീഡ് ഇൻ സൗദി, which is quite similar. അപ്പോൾ നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലൈക്ക് വി 5 kids. അപ്പോൾ ഞാനതിൽ എന്താ പറയുക, മിഡിൽ സ്റ്റെമ്പാണ്, നടുവിലത്തെ ആളാണ്. അപ്പോൾ എന്താ പറയുക, ലൈക്ക് അറ്റൻഷൻ സീക്കർ, ലൗഡ് ഗൈ അറ്റ് ഹോം, അങ്ങനത്തെ ആളായിരുന്നു. ആൻഡ് എന്താ പറയുക, അന്ന് എൽഡർ ബ്രദറിൻ്റെ ഷർട്ട്, എന്താ പറയുക, എൽഡർ സിസ്റ്ററിൻ്റെ ബുക്സ്, അതിങ്ങനെ റോളിംഗ് ട്രോഫി പോലെ എല്ലായിടത്തും ഒരേ സ്റ്റോറി തന്നെയാണ്. ഇപ്പോൾ ഗൾഫിലാണെങ്കിലും നമ്മുടെ പേരൻസ് നാട്ടിലാണല്ലോ. അപ്പോൾ അങ്ങനത്തെ മെമ്മറീസ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ ഒമാൻ ചിപ്സ്, സൊഹാർ ചിപ്സ്, അങ്ങനെ കുറച്ച് സ്പെസിഫിക് സാൻഡ്വിച്ച്. അന്ന് 2.5 ദിറമുള്ളൂ ഷവർമ്മയ്ക്ക്. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ കാലം മാറി. അപ്പോൾ യുനോ, ഈ ഷവർമ്മയുടെ വില 2.5 നിന്ന് 10 ദിറത്തിലേക്ക് ആയതിലാണ് നമുക്കൊക്കെ പ്രായമായത്. ആ ഒരു ഫുൾ എന്താ പറയുക, ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു സർക്കിൾ ഓഫ് ലൈഫ് കടന്നിട്ടുണ്ട്. ഗൾഫ് കിഡ് എന്നുള്ള രീതിയിലും ഞാൻ NI മോഡലിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ മലയാളം ഉള്ളത് കൊണ്ട് ഉപ്പ എന്നെയും എൽഡർ സിസ്റ്ററിനൊക്കെ അവിടെ പഠിപ്പിച്ചത്. എൽഡർ ബ്രദർ മാത്രം ഇന്ത്യൻ ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ NI മോഡൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു അലമ്പ് ഇമേജാണ് അന്ന്. ഇപ്പോൾ പിന്നെ യുനോ തിങ്സ് വുഡ് ഹാവ് ചേഞ്ച്ഡ്. അപ്പോൾ അന്ന് എന്താണ് മലയാളമൊക്കെ പഠിക്കുക എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ഫോർ മീ ദാറ്റ് സ്കൂൾ ഇസ് വെരി വെരി സ്പെഷ്യൽ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ഒരു മലയാളി വൈബൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടായിരിക്കും. അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോഴും ഐ എം ഇൻ ടച്ച് വിത്ത് ദ ടീച്ചേഴ്സ് ദെയർ, അവിടുത്തെ സ്റ്റുഡൻസുമായിട്ടൊക്കെ. അപ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് നാട്ടിലൊരു സ്കൂൾ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ എസ്പെഷ്യലി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഭയങ്കര നല്ല കരിക്കുലം ആക്ടിവിറ്റീസും ഒക്കെ ഉള്ള ഒരു സ്കൂൾ തന്നെയായിരുന്നു. അപ്പോൾ ഐ ഹാഡ് സോ മച്ച് ഫൺ. അപ്പോൾ ഞാനും എൻ്റെ അനിയനും അനിയത്തിയും എൽഡർ സിസ്റ്ററൊക്കെ അവിടെ തന്നെയാണ് പഠിച്ചത് ബിക്കോസ് ഓഫ് മലയാളം. ഈ മലയാളം തന്നെയാണ് ഭാവിയിൽ പിന്നീട് എനിക്ക് ഭയങ്കര ഗുണമായിട്ട് വന്നത്. എസ്പെഷ്യലി ബിക്കോസ് ഐ വാസ് ട്രൈങ് ടു പെർസ്യൂ സിനിമ. അതുപോലെ തന്നെ ഞാനും നിങ്ങളെപ്പോലെ റേഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് NI മോഡൽ ആണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. NI മോഡലും പിന്നെ അന്നത്തെ നമ്മുടെ ഒരു ക്രൈസ് ഉണ്ട്. അന്ന് ചാനൽ 33 എന്ന് പറഞ്ഞൊരു ചാനലിലുണ്ട്. അപ്പോൾ തേഴ്സ്ഡേസിൽ ഹിന്ദി പടം വരും. പിന്നെ ചാനൽസ് ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ നമുക്ക് വീഡിയോ കാസറ്റ് റെൻ്റ് ചെയ്യലാണ്. അപ്പോൾ യുനോ മാസത്തിൽ 100 ദിറം കൊടുത്തു കഴിഞ്ഞാൽ 30 കാസറ്റ്, അങ്ങനെയായിരുന്നു അതിന്റെ കണക്ക്. വീക്കെൻഡ് എന്ന് വെച്ചാൽ അന്ന് എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച, വെള്ളി ശനി ആയിരുന്നല്ലോ ഇവിടെ ലീവ്. അവിടെ സൗദിയിൽ അങ്ങനെയായിരുന്നു, വെള്ളി ശനി. അതെ, വെള്ളി ശനി വ്യാഴാഴ്ച ആകുമ്പോൾ അച്ഛൻ, വെള്ളി ശനി അവിടെ തേഴ്സ്ഡേ ഫ്രൈഡേ ആയിരുന്നു. തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ ആവാം. ഫ്രൈഡേ സാറ്റർഡേ, പിന്നെ ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ ആയി, പിന്നെയാണ് സാറ്റർഡേ സൺഡേ. അപ്പം വ്യാഴാഴ്ച നമുക്ക് കാസറ്റ്, പിന്നെ അത് CD-യിലേക്കായി. എനിക്ക് മറ്റേ പിന്നെ ഒരു ഓർമ്മ, നമ്മൾ സൗദിയിലൊക്കെ ഉള്ള സമയത്ത് WWE ആയിരുന്നു അന്നും തോന്നുന്നു. WWF, അണ്ടർടേക്കറും ബ്രെറ്റ് ഹിറ്റ്മാൻ ഹാർട്ടും മറ്റേ റേസർ റാമൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. മാച്ചോ മാൻ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. യെസ്, ദോസ് ആർ ദ കൈൻഡ് ഓഫ് മെമ്മറീസ് ഐ ഹാവ്. അപ്പോൾ 90s കിഡ്സിന്റെ മെമ്മറീസ് ഒക്കെയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പം ഈ അതിനെ പറ്റി പറഞ്ഞ അപ്പൊ വസന്തം തന്ത വൈബ് എന്ന് പറയും. അതുകൊണ്ട് ഇപ്പം ആ ഫിലിമും കൂടി ഇപ്പൊ നാട്ടിൽ പോയ സമയത്ത് മൈ ബ്രദർ വാസ് പ്ലേയിങ് ലൗഡ് മ്യൂസിക്. സോ ഐ വാസ് ഓൾവേസ് നോൺ ഫോർ പ്ലേയിങ് ലൗഡ് മ്യൂസിക്. എന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് ഒന്ന് കുറയ്ക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്ലീസ് എന്നൊക്കെ പറഞ്ഞാണ്. ഈ തവണ നാട്ടിൽ പോയപ്പോൾ എനിക്ക് തലവേദന എടുത്തിട്ട് ഒന്ന് വോളിയം കുറയ്ക്കും. അപ്പൊ എല്ലാവരും കൂടെ തിരിഞ്ഞു നോക്കിയിട്ട് തലവൈബ്. അത് തന്നെ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അത് പറഞ്ഞ് കളിയാക്കും. പിന്നെ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഈ പിള്ളേരുടെ റൂട്ടിലേക്ക് ആവാൻ. ഫിലിമിലേക്ക് വരുമ്പോൾ
വാട്ട് ഇസ് ഏർലി ഇപ്പം നമ്മളിവിടെ അന്ന് പറഞ്ഞല്ലോ പ്രവാസിയായിട്ട് ജീവിക്കുന്ന സമയത്ത് വാട്ട് ഇസ് യുവർ ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് ദിസ് മൂവീസ്? ഏത് ഫിലിമാണ് കണ്ടത്? ഞാൻ ഒരുപാട് പടങ്ങൾ ഇവിടുന്ന് തിയേറ്ററിലൊക്കെ പണ്ട് ഇവിടെ ഒരു ദേര സിനിമ ഉണ്ടായിരുന്നു, പിന്നെ ഒരു അൽനാസർ സിനിമ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ മലയാളം പടങ്ങൾ പ്ലേ ചെയ്യുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കാലത്ത് എനിക്ക് ഭയങ്കര മമ്മൂക്ക ക്രേസ് ആയിരുന്നു. അപ്പോൾ മമ്മൂക്കാൻ്റെ എല്ലാ പടവും പോയി കാണും. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അന്ന് തിയേറ്ററിലൊക്കെ പോയിട്ട് ട്യൂഷനിലെന്ന് പറഞ്ഞ് ഇറങ്ങും. എന്നിട്ട് നമ്മൾ നേരെ അൽനാസറിലേക്ക് പോയിട്ട് പടങ്ങൾ കാണുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അൽനാസറിലായിരുന്നു തിയേറ്റേഴ്സ്. അൽനാസർ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അൽനാസർ ക്ലബിന്റെ തൊട്ടടുത്ത് there was അൽനാസർ സിനിമ. ദിസ് വാസ് ജസ്റ്റ് ബിഫോർ ദ മൾട്ടിപ്ലക്സിന്റെ കാലഘട്ടം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട്. ദിസ് വാസ് വെൻ ഐ വാസ് ഇൻ കോളേജ് ആ സമയം. അപ്പോൾ ഏതാണ് ലൈക്ക് വിവിഡ് മെമ്മറി ഉള്ള ഒരു മൂവി ദാറ്റ് യു ഹാവ് വാച്ച്ഡ്? ഞാൻ ആക്ച്വലി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ രാജമാണിക്കൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ കണ്ടിട്ട് അന്ന് മമ്മൂക്കൊക്കെ കോമഡി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഫാൻസൊക്കെ ലാലേട്ടൻ ഫാൻസൊക്കെ, ഞാനും ലാലേട്ടൻ ഫാനൊക്കെ തന്നെയാണ്, പക്ഷെ മമ്മൂക്ക രാജമാണിക്യത്തിൽ കലക്കി എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സുമായിട്ടൊക്കെ തർക്കിച്ച ഒരു വിവിഡ് മെമ്മറിയൊക്കെ എനിക്കുണ്ട്. ആ ഒരു പോയിന്റാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ആ ഒരു ഇത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം റമദാൻ ഒരു ടൈം എടുത്തിരിക്കുകയാണ്. സോ ഇവിടുത്തെ ഒരു റമദാൻ സെലിബ്രേഷൻ, ഏർലി സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? റമദാൻ ഈദ് സെലിബ്രേഷൻസ് ഫോർ യു വിത്ത് ഫാമിലി വെൻ യു ആർ സ്മോൾ ഹിയർ? സൂപ്പറാണ്. കാരണം ഇവിടെ ഞാൻ ഉള്ള ഭാഗം, ഞങ്ങൾ മലപ്പുറം ആ ഭാഗത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഒരുപാട് റിലേറ്റീവ്സ് നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരൊക്കെ വരും. അപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ എല്ലാവരെയും നമ്മൾ ക്ഷണിക്കും ഇഫ്താറിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെമ്മറീസ് ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കര, എനിക്ക് ഇപ്പോഴും നോമ്പ് എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. ഞാനൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്ന കേട്ടോ അതിൽ ദാറ്റ് നമ്മൾ ഈ നുണ പറയേണ്ട സമയത്തൊക്കെ നമ്മൾ നുണയൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഏജ് എത്തുമ്പം നമുക്ക് അതൊന്നും ഒന്നും ആവശ്യം വരില്ല. സോ എനിക്കത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നുന്ന കാര്യം വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത്, ലാസ്റ്റ് ഡേ അഷ്കറുമായിട്ടുള്ള ഇന്റർവ്യൂ ടോക്കിംഗ് സേ നമ്മൾ ചെയ്യേണ്ട പ്രായത്തിൽ ചെയ്യേണ്ട കുരുത്തക്കേടൊക്കെ നമ്മൾ ആ പ്രായത്തിൽ ചെയ്ത് തീർത്താൽ നമ്മുടെ ഒരു ചിലപ്പം ആ ഒരു കുരുത്തക്കേടുകളെ പറ്റി ചോദിക്കാൻ പോകണോ? അല്ല, പേടിയായി പെട്ടെന്ന്. ഞാൻ ആക്ച്വലി എന്താ പറയുക, ഞാൻ ചെയ്യാത്തതിന് വരെ എന്താ പറയുക പേരുകൾ ഒരു ചെറിയ സർക്കിളായതുകൊണ്ട് ആൾക്കാരൊക്കെ വേഗം കഥ അടിച്ചൊക്കെ ഇറക്കും. അപ്പം ഞാൻ ഇതൊന്നും പോയി കറക്റ്റ് ചെയ്യാൻ നിൽക്കില്ല. നമ്മളെപ്പറ്റി എന്തെങ്കിലും ഒരു കഥ അടിച്ചിറക്കും, ശരിയാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് അടുത്തേക്ക് കടക്കുക എന്നല്ലാതെ ഐ നെവർ ക്ലാരിഫൈ ഇതായിരുന്നു സത്യം എന്നൊന്നും പറയില്ല. പക്ഷെ ജനറലി ഓൾസോ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ എല്ലാം ലൈഫിൽ ഒരു പോയിന്റിൽ തന്നെ എൻജോയ് ചെയ്ത് തകർത്ത് എന്താ പറയുക അതിൻ്റെ പീക്കിലടിച്ച് പൊളിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഇതൊന്നും നമ്മൾ യേശുവില്ല ഒന്നും ജനറലി ഫോർ ദാറ്റ് മാറ്റർ. അപ്പം ഞാനിങ്ങനെ ലൈക്ക് ഇറ്റ്സ് ഓൾ പാസിങ് എൻജോയിങ് പരിപാടികളാണ്. ഇപ്പം എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞു, യു ലൈക്ക് ടു എക്സ്പീരിയൻസ് തിങ്സ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ട്രാവലിംഗ് ഒരു എക്സ്പീരിയൻസ് ആണ്. ദാറ്റ്സ് ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്. ആബ്സല്യൂട്ട്ലി. നമുക്ക് എപ്പോഴും എന്ത് മെറ്റീരിയലിസ്റ്റിക് സാധനത്തെക്കാട്ടും കൂടുതൽ ഒരു ടേക്ക് അവേ തരുന്ന ട്രാവലാണ്. ട്രാവലിംഗ് ഐ ട്രാവൽ വളരെ റെഗുലറായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഐ ഡോണ്ട് മെൻഷൻ എവിടെ എങ്ങനെ ഞാൻ ഇവിടെ പോയി, അല്ലെങ്കിൽ അതിന് വേണ്ടി അങ്ങനെ കോണ്ടൻറ്റ് പോലെ ആയിട്ടൊന്നും ചെയ്യില്ല, കണ്ടെയ്ൻമെൻറ്റിന് വേണ്ടി ചെയ്യും. അപ്പോൾ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. ആൻഡ് ഫോർ മീ ജനറലി ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് അവിടെ നിൽക്കണം എന്നുണ്ട്. നിന്ന് കഴിഞ്ഞ് ഈ അവിടുത്തെ എന്താ പറയുക ലോക്കൽ കൾച്ചർ എക്സ്പീരിയൻസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകളും അതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഐ ഫീൽ ഇറ്റ്സ് ഓൾവേസ് നമ്മൾ നമ്മുടെ ഒരു ചെറിയ ലോകത്ത് നമ്മൾ നിന്ന് അത് നമ്മൾ എന്താ പറയുക ഭയങ്കര കംഫർട്ടബിളായിട്ട് വെൻ വി ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ പറഞ്ഞാൽ യൂഷ്വലി ഈ കമേഴ്ഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളല്ല കേട്ടോ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സിറ്റി സെൻറ്റർ ഉണ്ടാവും, അവിടെ യാത്ര ചെയ്യാനുള്ള കുറേ യൂഷ്വൽ ഓൾ ഡേ ആക്സസ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ മോണ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മ്യൂസിയം അങ്ങനത്തതല്ലാതെ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവിടുത്തെ ചിലപ്പോൾ ഒരു ഏതെങ്കിലും ആരും പോകാത്തൊരു കാഫേ ആയിരിക്കാം, പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറീൻ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആൾക്കാരുമായിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കാം. ചിലപ്പോൾ അവർക്ക് ഭാഷ അറിയില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഭാഷ അറിയാതെയും നമ്മൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ് യാത്രയിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ദോസ് എക്സ്പീരിയൻസസ് ഭയങ്കര ആൻഡ് ഐ ട്രൈ ടു ക്രിയേറ്റ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ബ്രദർ US-ലാണ്. അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്തും പുള്ളി ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ വർക്കിന് വേണ്ടിയിട്ടൊക്കെ പോകുന്ന സമയത്ത് ഐ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ആൻഡ് ഐ വാക്ക്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ നമുക്ക്
അങ്ങനെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ലൈഫിൽ കിട്ടുന്നതാണ് ഏറ്റവും രസമെന്ന് തോന്നിയിട്ടുണ്ട്. റാൻഡമായിട്ട് മീറ്റ് ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ഭയങ്കര കൈൻഡാണ്. ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മൾ സ്മൈൽ ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു എക്സാക്ട്ലി കറക്റ്റ് യു സെഡ് ഇറ്റ്. അവർ ചീത്ത വിളിച്ചാലും നമ്മൾ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. അപ്പം അത് വെച്ചിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എവിടെ പോയാലും. ഈ ലാംഗ്വേജ് ബാരിയർ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് വൺസ് നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ പോയി, വി ആർ സ്റ്റേയിങ് ഇൻ എയർബിഎൻബി ഒരു സ്ഥലം, ആൻഡ് ദാറ്റ് പേഴ്സൺ ഡസന്റ് നോ ഇംഗ്ലീഷ്. അപ്പം ആള് ഞങ്ങൾ വി വർ ലൈക്ക് ഫ്രണ്ട്സ്, ഒരു 8 പേരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു 8 പേർക്ക് പറ്റുന്ന ഒരു പിസ്സ. പറഞ്ഞു പിസ്സ ഇസ് ലൈക്ക് ഇവിടുത്തെ പിസ്സ ഇസ് വെരി സ്മോൾ. അപ്പം അത് അയാളുടെ ഭാഷയിലാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഏകദേശം എത്ര പേര് 2 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നോ ഒരാൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ഇത്രേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിന് 8 പേർക്ക് 8 പിസ്സ പറഞ്ഞു. 8 പിസ്സ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ലാർജിനെക്കാട്ടും വലിയ പിസ്സ. പക്ഷെ അവരുടെ പിസ്സ പുള്ളിക്ക് അത് വളരെ ചെറുതാണ് അവർക്ക്. പുള്ളിയുടെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ ഒരു പിസ്സയാണോ? അതാ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് കൾച്ചറൽ തന്നെ ആ വ്യത്യാസം വരും. കാഴ്ചപ്പാട് ഇതാണോ ചേട്ടാ നിങ്ങൾ കഴിക്കുന്ന പിസ്സ? അല്ല, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ വി ബിക്കം ഹംബിൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കണ്ടു, നമുക്കെല്ലാം അറിയാവുന്നൊരു ചിന്ത എപ്പോഴെങ്കിലും നമുക്ക് തോന്നുകയാണെങ്കിൽ വി മസ്റ്റ് ട്രാവൽ, ബിക്കോസ് ദാറ്റ് മേക്സ് us humble. ഈ പറഞ്ഞ പോലെ അവരുടെ ലൈഫ്, അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞ പോലെ ഗ്രൗണ്ടഡ് ആവാനൊക്കെ ഭയങ്കര നല്ല ഹെൽപ്ഫുൾ ആണ് ട്രാവൽ. അത് മാത്രമല്ല പിന്നെ ഈ ട്രാവലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അതും ഭയങ്കര അടിപൊളിയാണ്. ലൈക്ക് നമ്മൾ കണ്ട ഹോട്ടലും കുറേ ബസ്സും കുറേ വണ്ടികൾ, യാത്ര, ഫ്ലൈറ്റ്സ്, എയർപോർട്ട്സ്, ആൻഡ് ദെൻ യു ഗെറ്റ് ബാക്ക് ഹോം. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വിത്ത് ഓൾ ദോസ് മെമ്മറീസ് ആസ് എ ന്യൂ വേർഷൻ. ഒരിത്തിരി വലിയ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. മേ ബി യു ഹവ് ഡൺ ഇറ്റ് ഫോർ യുവർ ഗാലറി, ഫോർ യുവർ ഫോൺ. എങ്കിലും you still will have things that would have changed you. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും നമുക്ക് ഭയങ്കര ഗുണമായിട്ട് വരാൻ പോകുന്നത്. നമ്മളിപ്പം ഈ പ്രവാസികളായിട്ട് നിൽക്കുന്ന സമയത്ത് NRI കിഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ വി ആർ എ ലിറ്റിൽ മെറ്റീരിയലിസ്റ്റിക്. നമുക്ക് ചില കാര്യങ്ങളോട് ചെറിയ ഇഷ്ടം കാണും. സോ വാട്ട് ഈസ് യുവർ ഈ ഗിൽറ്റി ഇന്റലിജൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ? എനിക്ക് പണ്ട് ഇപ്പോൾ കുറേ കൂടെ കുറഞ്ഞിട്ടുണ്ട്. തന്ത വൈബ് കൊണ്ടല്ല, ജനറലി അത് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ക്ലാരിറ്റി തരുന്നതാണ് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പണ്ട് ജാക്കറ്റ്സ് ഒക്കെ ഭയങ്കര ലൈക്ക് ഐ യൂസ് ടു ഹാവ് എ ലോട്ട് ഓഫ് ജാക്കറ്റ്സ്. കുറേയൊക്കെ ഞാൻ ആ മറ്റേ D4 ഡാൻസ് ഷോയിൽ ഇട്ട് തീർത്തു. നോ ഇറ്റ്സ് ഓൾ മൈൻ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു കാലത്ത് ഐ വാസ് സോ ഒബ്സെസ്ഡ് വിത്ത് ദം ദാറ്റ് ഐ യൂസ് ടു ബൈ സോ മെനി ജാക്കറ്റ്സ്. ഇപ്പോഴും ഞാൻ എൻ്റെ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ കുറച്ച് കാലം താമസിക്കാൻ പോയപ്പോൾ പുള്ളിയുടെ വാർഡ്രോബിൽ നിന്ന് ഞാൻ ഈ ജാക്കറ്റ് ഒന്നും ഇടുന്നില്ല അല്ലേ, ഇതെനിക്ക് കൊള്ളുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഐ ടുക്ക് ദ ജാക്കറ്റ് അവൈലബിൾ. അപ്പോൾ ഇഫ് യു ആസ്ക് മീ ഇറ്റ്സ് ദാറ്റ്. അല്ലാതെ അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ഇപ്പോൾ എല്ലാവരും അല്ലേ. ഇപ്പോൾ ദേ വോണ്ട് ടു ഷോ വാട്ട് ബ്രാൻഡ് എന്താണ്. ഐ എം കൈൻഡ് ഓഫ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ തിങ്ക് അത് കഴിഞ്ഞു, ആ ഘട്ടമൊക്കെ കഴിഞ്ഞു എൻ്റെ. ഇപ്പം നമ്മൾ ഒരു ഫേസ് ഓഫ് ലൈഫ് കഴിഞ്ഞ് നമ്മൾ വെൻ വി സ്റ്റാൻഡ് ഹിയർ ലൈക്ക് നമിത, we will ask how I met your mom എന്നൊക്കെ പറഞ്ഞാൽ how I met your wife, how I met my wife. എങ്ങനെയാണ്, how did you and Namita and me we go a long way. We kind of നമുക്ക് യൂണിവേഴ്സിറ്റി സമയം മുതൽ പരിചയമുണ്ട്. And we didn't start off as romantic couples. We started off as friends. And ഭയങ്കര എന്താ പറയുക, ഭയങ്കര കൈൻഡായിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത് എൻ്റെ വൈഫുമായിട്ടാണ്. ആൻഡ് ഷീ നോസ് മീ ലൈക്ക് എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. ആ കൈൻഡ്നെസ് എനിക്ക് എപ്പോഴും തരുന്ന, ആ ലവ് കംപ്ലീറ്റ് ആയിട്ട് തരുന്ന ആളാണ്. സോ മച്ച് ഓഫ് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു മൈ partner. I know, I feel like because it started from friendship. Either sadhanam friendship ilna it's another. Yeah, so that's the best part. So എൻ്റെ ആ ഒരു ഏറ്റവും വൾണറബിൾ ടൈമിൽ എൻ്റെ അലമ്പുകളൊക്കെ she used to look at it as a friend, and then we kind of understood that ഇതാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു കല്യാണത്തിന് ആവശ്യം. I got married quite late from എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുട്ടികളൊക്കെ ആയ സമയത്തൊക്കെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു തിരിച്ചറിവ് വന്നപ്പോഴാണ് ഐ ഡിസൈഡഡ് ടു മാരി. അതർവൈസ് ഐ വുഡ്ന്റ് ഹാവ് ഐ വാസ് നോട്ട് റെഡി ഫോർ ഈവൻ ഗെറ്റിംഗ് മാരീഡ് ടു എനിബഡി. അപ്പോൾ എൻ്റെ വൈഫാണ് എന്നെ ഗ്രൗണ്ട് ചെയ്യുന്ന വ്യക്തി. എൻ്റെ വൈഫാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൈൻഡ്നെസ്സും ലവും ഈ എന്താ പറയുക എനിക്ക് എക്സ്പ്രസ് ചെയ്ത് തന്നിട്ടുള്ള വ്യക്തി. അപ്പോൾ
And even career-wise, when you are, like in the media field, this is very important. അപ്പോൾ പാർട്ട്നേഴ്സ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരുടെയൊക്കെ പാർട്ട്നേഴ്സിന് അവർ ഗോ ത്രൂ ചെയ്യേണ്ടത് അത് ആക്ച്വലി ആരും അങ്ങനെ കോൾ ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്കും ഭയങ്കരമായ സപ്പോർട്ട് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഏറ്റവും കൂടുതൽ വേണ്ടത് വേറെ ഒരു സപ്പോർട്ടും അല്ല, ഇമോഷണൽ സപ്പോർട്ടാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തരുന്ന എത്രയോ അങ്ങനത്തെ ആക്ടേഴ്സിൻ്റെയൊക്കെ പാർട്ട്നേഴ്സ് ദേ ആർ ലൈക്ക് ഭയങ്കര പേഷ്യൻസും ഭയങ്കര ലവും കൈൻഡ്നെസ്സൊക്കെ ഉള്ള ആൾക്കാരായിരിക്കണം അവർ, അല്ലെങ്കിൽ ദി കാൻ ഡു ദിസ്. ക്രിയേറ്റീവ് പാർട്ട് പുറത്തേക്ക് വരല്ലോ ഓഫ് ദ അതർ പേഴ്സൺ. എക്സാക്ട്ലി. അതായത് ഈ ആക്ടേഴ്സ് ആവാം, ഈ പറഞ്ഞ മ്യൂസിക്കിലുള്ളവർ, ഡയറക്ടർ, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് പാവം സ്ട്രഗിൾ ചെയ്യുന്ന കുറേ പിള്ളേർ, അവരുടെയൊക്കെ പാർട്ട്നേഴ്സ്, എവ്രിബഡി ഈ ഒരു ഡ്രീം ഇത് എന്തെങ്കിലും എന്താ പറയുക എനിക്ക് ലോട്ടറി കിട്ടും എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിൽ നടക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്നവരുടെ ഗ്രിറ്റൊക്കെ ഭയങ്കര വേറെ ലെവലാണ്. സോ ഇഫ് ഐ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് മൈ വൈഫ് ഐ കൻ ജസ്റ്റ് ഗോ ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. That's really amazing. We can feel the support Namita is. Oh yeah, beautiful. And I'm seriously so grateful to universe and to her. അങ്ങനെ എന്താണെന്നറിയോ, ഇത് ലവ് എപ്പോഴും കണ്ടീഷൻസുമായിട്ട് വരുമ്പോഴും റൂൾ ബുക്ക് ഇല്ലാതെ അൺകണ്ടീഷണൽ ആകുമ്പോൾ, ഈ അൺകണ്ടീഷണൽ ആകുമ്പോഴേ നമുക്ക് അതിനെ ലവ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു ബാലൻസ് ഷീറ്റിൻ്റെ റിസൾട്ട് ആയിരിക്കും. ഇത് അങ്ങനെ ആവില്ല, ബിക്കോസ് ഇറ്റ്സ് അൺകണ്ടീഷണൽ. എങ്ങനെ റിഗാർഡ്ലെസ് എന്നുള്ള ലവ് അല്ലേ, ദാറ്റ്സ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. That's nice. And D3, D4. I was just watching all the old. I used to watch in TV sometimes, but I was watching all the episodes once again. Some of them. 2025 ഇപ്പോഴും കമന്റ്സ് അതിൽ മുടി വെട്ടുന്ന 2021 ഓഗസ്റ്റ് 21 ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ അല്ല, പീപ്പിൾ ആർ സ്റ്റിൽ ആസ്കിങ് ഇത് ഏത് എപ്പിസോഡാണെന്ന്. 2025 they are asking for the episode. അപ്പോൾ ഞാൻ ഇവരെന്തിനാ എപ്പിസോഡ് അറിയുന്നത്? they want to watch it. D3 was like a big എനിക്ക് തോന്നുന്നു മലയാളം ടി വി ഷോസിലൊക്കെ ഭയങ്കരമായിട്ട് ആ കാലഘട്ടത്തിൽ ഭയങ്കര ഓളം ഉണ്ടാക്കിയിട്ടുള്ള ഷോ ആണ്. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ എപ്പോഴും എന്നെ ഓർക്കുന്നത്. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് എപ്പോഴും അപ്പിയർ ചെയ്യുന്ന ആളല്ല, ഓൺലൈൻ കോണ്ടന്റിലും അപ്പിയർ ചെയ്യാറില്ല, സിനിമയിലും അങ്ങനെ എപ്പോഴും അപ്പിയർ ചെയ്യുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ D3 ഒക്കെ വെച്ചിട്ട് വെൻ പീപ്പിൾ ഷോ ദാറ്റ് ലവ്, എനിക്ക് ഭയങ്കര ഇറ്റ്സ് വെരി പേഴ്സണൽ ഫോർ മീ. D3 ആണെങ്കിലും ഞാൻ പിന്നെ ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്വിസ് ഷോയും ചെയ്തിരുന്നു, സ്റ്റിൽ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഓഡിയൻസ്, ആ 2 ടൈപ്പ് ഓഫ് ഓഡിയൻസിൻ്റെയും 2 ടൈപ്പ് ഓഫ് ലവും എക്സ്പ്രഷനും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഒരു ഷോ കിട്ടിയതും അങ്ങനെ അത്രയും ആൾക്കാർ അത് കണ്ട് അത് ഭയങ്കര വലിയ സക്സസ്സും ആയിരുന്നു. ഇതിന് ഓഡിഷൻ ഒക്കെ ഉണ്ടായിരുന്നു? D3 ഓഡിഷൻ? ഒരു ഓഡിഷൻ ഒന്നുമില്ല. യു ആർ ഡയറക്ട്ലി സെലക്ടഡ്. ആൻഡ് വെൻ യു ജസ്റ്റ് കെയിം ടു ദി ഫസ്റ്റ് എപ്പിസോഡ് സെലക്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ആസിഫ് ബ്രോൻ്റെയും പിന്നെ VKP സാറിൻ്റെയും കൂടെ നിർണായകം എന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ ഞാനൊരു പാർട്ട് ചെയ്തിരുന്നു ആസിഫ് ബ്രോൻ്റെ ഫ്രണ്ടായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഇതിൻ്റെ സമയത്ത്, പ്രൊമോഷൻസിൻ്റെ സമയത്ത് ഞങ്ങൾ 1-1-3 പോയി. അപ്പം ഞാൻ ഇവിടുത്തെ ഷോ എന്ന് പറഞ്ഞാൽ ഈ തർക്കുത്തരം പറയുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ഒഴുക്കിൽ കുറേ തർക്കുത്തരമൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ അതങ്ങ് വിട്ടു. അപ്പം ഇത് കണ്ടിട്ട് ഇതിൻ്റെ റിമി ടോമിയുടെ അതെ. അപ്പോൾ അതിൽ ഇവർ കണ്ടു കഴിഞ്ഞിട്ട് ഈ D3യുടെ ഡയറക്ടർ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതിലിങ്ങനെ ഒരു ഷോ ഉണ്ട്, ഇങ്ങനെ വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഈ D3യെ പറ്റി, D4 ഡാൻസിനെ പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഉമ്മ കാണുമായിരുന്നു. അപ്പോൾ ഉമ്മ ടോൾഡ് പോയി നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോയിട്ട് കോൺഫിഡൻസിന് എനിക്ക് ഇന്നും അന്നും ഒരു കുറവില്ല. കോൺഫിഡൻസ് ഒക്കെ എനിക്ക് നല്ലോണം ഉണ്ട്. പിന്നെ അഭിനയിക്കുന്ന സമയത്ത് മാത്രമാണ് കുറച്ച് കോൺഫിഡൻസ് കുറയുന്നത്. അത് ആ സമയത്ത് TV എനിക്ക് ഐ ഡോണ്ട് നോ, ഐ ലവ് TV, ഐ ലവ് ബീങ് മൈസെൽഫ് ആൻഡ് ബീങ് ഓൺ ദ ക്യാമറ, അഡ്രസ്സിങ് ദി ഓഡിയൻസ്. പക്ഷേ ഇപ്പോൾ TV ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് റിലേറ്റ് ചെയ്യുന്ന തരം ഷോസ് ഒന്നും അല്ല ഇപ്പോൾ വരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, എത്തിക്കലൊന്നുമല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്, വൈബാണ്. നമ്മളിപ്പോൾ സ്റ്റഡി ക്ലാസ് എടുക്കാൻ പോകുന്നല്ലോ. യു വോണ്ട് ടു എന്റർടൈൻ പീപ്പിൾ, ബട്ട് ലെറ്റ് ഇറ്റ് ബി ഫോർ ലൈക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോ വന്നു കഴിഞ്ഞാൽ ചെയ്യണം എന്ന് തന്നെയായിരുന്നു എനിക്ക് അന്നും ഇന്നും. അങ്ങനെ ഒരു ബ്രേക്ക് വന്നതാണ്. അല്ലെങ്കിൽ I would have still done TV if it was something very exciting, interesting. But other D3 and D4 2 season was there. എനിക്ക് അതിനകത്ത് ഈ മുടി വെട്ടിയ സീൻ പറഞ്ഞപ്പോൾ ശരിക്കും ഉള്ളതായിരുന്നു. ഏത് മുടി വെട്ടുന്നത് ശരിക്കും എനിക്കറിയാം, അത് സ്ക്രിപ്റ്റിന്റെ ഭാഗമായിരുന്നു. അത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഹെഡ്സപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ
ഒരു പണി കിട്ടുന്നുണ്ടെന്നുള്ളൊരു ഹെഡ്സപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഭയങ്കര എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്താ അവരുടെ പ്ലാൻ എന്നുള്ളത്. And how was it hosting with Pearly? Like, Oh yeah, Pearly and me, we kind of have a very good rapport. അതിന് മുമ്പ് തന്നെ ഈ നമ്മുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പേളി എന്നെ വിളിച്ചിട്ട് ഒരു എന്താ പറയുക ഐസ് ബ്രേക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. സോ താങ്ക്സ് ടു പേളി ഫോർ ദാറ്റ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും അതിൻ്റെ ഗ്രൂവിലേക്ക് വീണു. പിന്നെ ഇപ്പം ഞാൻ കിടന്ന് ഇങ്ങനെ ഈ മര്യാദയ്ക്ക് ഇരിക്കുന്നതെന്ന് നോക്കണ്ട, കുറച്ച് അലമ്പായി കഴിഞ്ഞാൽ ഞാനും നല്ല അലമ്പാണ്. അതെ, അപ്പോൾ ആ ഒരു ഡെക്കോറം അവിടെ ഒരു ഡെക്കോറം വേണ്ട. ഡീഫോ ഡാൻസിനെ സംബന്ധിച്ച് അലമ്പാണ് അവർക്കിഷ്ടം. ജഡ്ജസിന് എന്താ പറയുക, ജഡ്ജസിനോട് തർക്കുത്തരം പറയണം. ഓഡിയൻസിനോട് ആരടാന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കണം. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു റൂട്ടാണ് പിടിച്ചത് തുടക്കം മുതലേ. പിന്നെ സംഹൗ ഇറ്റ് വർക്ക് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബാക്ക്ലാഷ് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ഇത് വലിയ ഷോ ആണ്, ഇതിൻ്റെ ഓഡിയൻസ് ഭയങ്കര ഹൈ ആണ്, വളരെ കൂടുതലാണ്. അപ്പോൾ നല്ല ബാക്ക്ലാഷ് പ്രതീക്ഷിച്ചോ എന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി ഡയറക്ടർ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക, അതിൻ്റെ GPയുടെ ഫാൻസൊക്കെ കുറച്ചൊക്കെ പഞ്ഞി കിട്ടു ആക്ച്വലി ഫസ്റ്റ് വീക്ക്. പക്ഷേ വൺസ് ഒരു 5-6 എപ്പിസോഡ്സ് കഴിഞ്ഞപ്പോൾ ലക്കിലി ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. നമ്മളെ അങ്ങ് എന്താ പറയുക കംപ്ലീറ്റ് വിത്ത് ഫുൾ. അതെന്തുകൊണ്ടാണെന്ന് അറിയാം, നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നറിയോ, കോളേജസിൽ വിളിക്കും, പിന്നെ എന്താ എല്ലാ ഇനോഗ്രേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ ഇവൻറ്റ്സ് വരും. ദെൻ യു നോ ഫ്രം ദ ലൈക്ക് നമ്മൾ എയർപോർട്ടിൽ ഞാൻ എല്ലാ മാസവും ദുബായിൽ പോയി വന്നിരുന്നതാണ്. അപ്പം ഞാൻ ഐ വാസ് നോട്ട് സെറ്റിൽഡ് ഇൻ കൊച്ചി ദാറ്റ് ടൈം. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഫ്ലൈറ്റിൽ കുറേ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു കൊള്ളാലോ പരിപാടി എന്നുള്ളത് തോന്നി. ഈ റെക്കഗ്നൈസ് ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ ഈ ഫസ്റ്റ് റെക്കഗ്നീഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ മീഡിയ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മുടെ വർക്ക് ഒന്ന് റെക്കഗ്നൈസ് ആവുന്ന ബിഗ് തിങ്. എത്രയോ പേര് ഇപ്പോഴും വെയിറ്റിംഗ് ഫോർ ദാറ്റ് ബിഗ് മൊമെന്റ്. എനിക്കത് വാട്ട് വാസ് ദ ഫസ്റ്റ് ടൈം ഒരാൾ വന്നിട്ട് ഹി റെക്കഗ്നൈസ് യുവർ നെയിം, ആദിൽ ഇബ്രാഹിം ഈ ഷോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത ഓർമ്മയുണ്ടോ? ഏതായിരുന്നു? എനിക്ക് ആക്ച്വലി ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇമിഗ്രേഷൻ ഓഫീസർ ഒരു ലേഡി അതിലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്റ്റാമ്പൊക്കെ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ അവർ അതിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. അപ്പം ഞാൻ അതുവരെ എനിക്ക് എന്നെ അറിയാം, എൻ്റെ വീട്ടുകാർക്ക് അറിയാം, എൻ്റെ ഫ്രണ്ട്സിലെല്ലാം അറിയാം, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് കാണാൻ ഇനിതാ കൊള്ള പരിപാടി. ദാറ്റ് വാസ് വൺ മൊമെന്റ് വിച്ച് ഐ റിയലി റിമെമ്പർ. അങ്ങനെ കുറേ ഉണ്ട്, അങ്ങനെ കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സ്റ്റിൽ സ്റ്റാൻഡിങ് ചെയ്തിരുന്ന സമയത്തെ അത് കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ കുറേ എന്താ പറയുക, ഗവൺമെൻറ്റിലൊക്കെ വർക്ക് ചെയ്തിരുന്ന കുറേ പ്രായമായിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്നേഹമൊക്കെ എക്സ്പ്രസ് ചെയ്ത്, മോനെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ എന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മയൊക്കെ വെക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ലവൊക്കെ കിട്ടിയതൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതൊക്കെ ഞാൻ ഓർക്കുന്നു. പിന്നെ ഐ യൂസ് ടു ഗെറ്റ് ലോട്ട് ഓഫ് ലെറ്റേഴ്സ് ഓൾസോ അവിടെ മനോരമയിൽ. ആ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര പുതിയതായിരുന്നു. അങ്ങനെ കുറേ ലെറ്റർ, കുറേ മറ്റേ ലവ് ലെറ്റർ, കുറേ കാർഡ്സ്, പിന്നെ ബർത്ത്ഡേ ആയി കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയോ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ഫാമിലി ടേക്കിംഗ് ഇറ്റ്, ഈ ഫെയിം ദിസിങ് ഹൗ ഫാമിലി എങ്ങനെയായിരുന്നു? അമ്മയ്ക്ക് പേടിയുണ്ടായിരിക്കുമല്ലോ. ഫാമിലി ടു ബി ഓണസ്റ്റ് ഞാൻ പഠിച്ചതും ഇതൊന്നും അല്ലല്ലോ. അപ്പൊ ഇവൻ ഏത് റൂട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു ഭയം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും ഡെഫിനറ്റ് ആയിട്ടും. ആ സമയത്ത് they were also happy. They were very happy that parents also ഡീഫോ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ മോനാണ് അവതരിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് they also say that. അപ്പോൾ അതൊക്കെ നമുക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മൾ 1000 ബേബീസിന്റെ കാര്യം ഞാൻ കണ്ടപ്പോഴേ പറയാറുണ്ട്. ഇറ്റ്സ് ലൈക്ക് എനിക്ക് ക്രൈം ത്രില്ലർ സീരീസ് ഭയങ്കര ഇഷ്ടമാണ്. 1000 ബേബീസ് ഈസ് സംതിങ് ദാറ്റ് റിയലി വർക്ക് ഫോർ മീ. ആൾക്കാർ ക്ലൈമാക്സ് വർക്ക് ചെയ്തിരുന്നു പറഞ്ഞാലും നമ്മൾ ഇന്റർനാഷണൽ സീരീസ് കാണുന്നുണ്ടെങ്കിൽ വി നോ വാട്ട് ഈസ് ദ ക്ലൈമാക്സ് ബിക്കോസ് ദർ ഈസ് എ ത്രെഡ് ഫോർ ദ നെക്സ്റ്റ്. ഇറ്റ്സ് നോട്ട് എൻഡിങ് ദേർ. അതാണ്. പിന്നെ we are talking 1000 babies. There is so much. ഒരു 1000 ബേബി ആണോ? അങ്ങനെ ഒരു ഡൗട്ടൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഐ കാൺട്ട് സേ ദാറ്റ്. ആൻഡ് ചിലപ്പോൾ ആയിരിക്കില്ല, ചിലപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് തോന്നലാവാം. മുഹമ്മദ് അൻസാരി പക്ഷേ മുഹമ്മദ് അൻസാരിയുടെ എക്സ്പീരിയൻസുകൾ ഭയങ്കര റെലവൻ്റ് ആണ് ആ സംഭവത്തിൽ. ബിക്കോസ് ഹീസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്. അജി സാറിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ പുള്ളി ചിന്തിക്കുന്നതും പുള്ളി പറയുന്നതും ഒക്കെ പ്രോംപ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഓഫീസറായിട്ടാണ് കാണിക്കുന്നത്. ബട്ട് ടുവേർഡ്സ് ദി എൻഡ് ആണ് നമുക്ക് എല്ലാം സസ്പീഷ്യസ് ആയിട്ട് വരുന്നത്. How was that ഈ ഒരു ലൊക്കേഷൻ? ബിക്കോസ് ഐ ക്യാൻ സീ ദർ ഇസ് ലൊക്കേഷൻ ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ്? ഞങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അല്ലെങ്കിൽ സോറി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. റഹ്മാൻ സാറും ഡയറക്ടറും
സഞ്ജു, ഞാനും ഷാജു ചേട്ടനൊക്കെ ഉള്ള അറൂസ് റൈറ്റർ ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പുണ്ട്, ഫായി ക്യാമറാമാൻ, എല്ലാവരും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ കോൺവെർസേഷൻസ് ഉണ്ട്. അപ്പോൾ വി മിസ് ദാറ്റ് ഗ്യാങ്. ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കൊച്ചി, അതുപോലെ ബാംഗ്ലൂർ, തമിഴ്നാട്ടിൽ തെങ്കാശി, പാപനാസം, ആ ഭാഗം, ഒരുപാട് സ്ഥലങ്ങൾ, പാലക്കാട്, ഒരുപാട് സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തത്. അറൗണ്ട് 100 ഡേയ്സോളം ഷൂട്ട് ചെയ്തതിൽ ഒരു 60% ഡേയ്സിൽ ഞാനും റഹ്മാൻ സാറൊക്കെ ഉണ്ടായിരുന്നു ഒരുമിച്ച്. അപ്പം ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. കാരണം കുറേ ദിവസം നമ്മൾ ട്രാവലിംഗ് ആണ്, നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുക, ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ മൊത്തത്തിൽ ഭയങ്കര ഫണ്ണാണ്. ആൻഡ് ഐ റിയലി മിസ് ദാറ്റ് സെറ്റ്. അതിൻ്റെ ഡയറക്ടറിൻ്റെ ഒരു എനർജിയും, എനിക്ക് നജീമിക്ക, എനിക്ക് ഭയങ്കര, ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിൽ എനിക്ക് ഒരുപാട് ഒരു ഇമോഷണൽ കണക്ഷനൊക്കെ തോന്നിയിട്ടുള്ളൊരു ഡയറക്ടറാണ്. നമ്മൾ മുന്നേ സംസാരിച്ചപ്പോൾ അതിൽ പറഞ്ഞല്ലോ, ഈ ആക്ടിങ്ങിൻ്റെ സമയത്ത് എനിക്കൊരു ചെറിയ, അതിലാണ് പിന്നെയും ടെൻഷൻ വരുന്നത്. സ്റ്റേജിൽ ഐ എം ലൈക്ക് ദാറ്റ്. ഏത് ഭാഗമാണ് തുടക്കത്തിൽ? ഇപ്പോൾ ഇല്ല കേട്ടോ, തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അച്ചായൻസിന്റെ സമയത്തൊക്കെ നല്ല ടെൻഷനാണ്. കാരണം അതൊക്കെ ഭയങ്കര ചിൽ വൈബാണ്. പക്ഷെ നമ്മൾ എന്താ ആരുടെ കൂടെയൊക്കെ നമ്മൾ അഭിനയിക്കുന്നത്, ജയറാമേട്ടൻ്റെ കൂടെയൊക്കെ അല്ല അഭിനയിക്കുന്നത്. നമ്മൾ കണ്ട് എന്താ പറയുക, ഭയങ്കര ഫാസിനേറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലേ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, രാജുചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കാൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് ബേജാർ കുറച്ച് പീക്കിൽ കയറും. പിന്നെ ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ നമ്മൾ, കാരണം നമ്മളത് കുറേ ഫേസ് ചെയ്ത് നമ്മളത് കംഫർട്ടബിൾ ആയി. പണ്ടങ്ങനെയല്ല. പണ്ട് ഒബ്വിയസ്ലി വി വോണ്ട് ടു ഗിവ് അവർ ബെസ്റ്റ്. പക്ഷെ ഇതിൻ്റെ മീറ്ററൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതൊക്കെ മെല്ലെ മെല്ലെ എന്താ പറയുക, പോകെ റെഡിയാവുമെന്ന് പറയില്ലേ, അതുപോലെ റെഡി ആയതാണ്. അതെ, മാർക്കോൻ്റെ സമയത്ത് ഉണ്ണി എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറയുന്നു പോയി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നു. മാർക്കോ, എനിക്ക് ഷൂട്ടിൻ്റെ ഇടയിലാണ് ഞാൻ കണ്ടത് മാർക്കോ. അപ്പോൾ ഐ വാസ് സപ്പോസ് ടു ഗോ ഫസ്റ്റ് ഡേ, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഉണ്ണി എൻ്റെ അടുത്ത് ഇങ്ങനെ, നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഹി വാസ് ആസ്കിങ്. അപ്പം ഐ ടോൾഡ് ഹിം ദാറ്റ് ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടുന്നിട്ട് കണ്ടിട്ട് വെരി ഹാപ്പി ഫോർ ആക്ച്വലി മാർക്ക് ഒരു ബെഞ്ച് മാർക്ക് വെച്ചേക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പോയിട്ട് അച്ചായൻസിന്റെ സീൻസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് അപ്പൊ ആൾക്കാർ താഴെ, ഇത് ഞങ്ങളുടെ മാർക്കോ അല്ല. അതെ അത് പിന്നെ ഓരോ ആക്ടറിനും ഓരോ ഘട്ടങ്ങളില്ല. അച്ചായൻസ് ഒക്കെ എപ്പോഴാണ് ഇറങ്ങിയത്? 2018 ആ സമയത്ത്, ഒരുപാട് വർഷം കഴിഞ്ഞില്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എവരിബഡി സീൻസ് കാണുമ്പോൾ കുറെ സീൻസ് ഉള്ള പേടിച്ചുള്ള സീൻസ്, ആ വീട്ടിൽ കോമഡി ആയിട്ടുള്ള വീട്ടിൽ മറ്റേ വിളക്ക് എത്തിച്ചിട്ട് പോകുന്ന അങ്ങനത്തെ സീൻസ് ഒക്കെ ഉള്ള ഒരു, അത് തന്നെ ഉണ്ണിയുടെ മാർക്കോ പോലത്തെ അല്ലാത്തൊരു ഉണ്ണിയാണ് അതിൽ. അതെ. അപ്പൊ ആൻഡ് 1000 ബേബീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നു. റഹ്മാൻ സാർ, എനിക്ക് റഹ്മാൻ സാർ ഒരു മധുരക്കിനാവിനാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ആ ഡാൻസ് മനുഷ്യൻ, അതെ ഒരു ഈസ് സച്ച് എ സോൾ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണ് റഹ്മാൻ സാർ. ആൻഡ് യുനോ ലൈക്ക് അതിൻ്റെ ഒരു ഫസ്റ്റ് വീക്ക് ഓഫ് ദ ഷൂട്ട് എനിക്കൊരു പേടി, റഹ്മാൻ സാറാണ്, ഇങ്ങനെ സംസാരിക്കും. പതുക്കെ പുള്ളി തന്നെ ഇങ്ങനെ നമ്മളെ അടുത്ത് ക്ലോസ് ആയി, ഓരോ ചോദ്യങ്ങളൊക്കെ ആയി, പിന്നെ കോമഡിയൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ അങ്ങ് ഭയങ്കര കംഫർട്ടബിൾ ആയി. അപ്പോൾ റഹ്മാൻ സാറുമായിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ബോണ്ടാണുള്ളത്. ആൻഡ് ഐ എം ആക്ച്വലി ലൈക്ക് വെയിറ്റിംഗ് ടു വർക്ക് വിത്ത് ഹിം അഗൈൻ. കാരണം എനിക്ക് ഭയങ്കര ഒരു എൽഡർ ബ്രദർലി ഫീലിംഗ് ഒക്കെ തന്നിട്ടുള്ള ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനുമാണ്. ആൻഡ് ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഇപ്പോഴും ബാലിക്കാനെ കാണാനുണ്ടല്ലോ, അലുവ കഷ്ണം എന്നാണ് ഞങ്ങൾ വിളിക്കാറ് സെറ്റിൽ. വൻ ലുക്കാണ്. അതായത് നമുക്കൊക്കെ മറ്റേ കോംപ്ലക്സ് അടിച്ചിട്ട് അയ്യോ സാർ എന്താണിത് എന്നൊക്കെ പറഞ്ഞ്. കാരണം എന്താ പറയുക, പുള്ളി രാവിലെ ഇതൊക്കെ കഴിഞ്ഞ് ഷോട്ടിന് വേണ്ടി റെഡി ആയിട്ട് കാരവനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു മനുഷ്യർ ഇപ്പോഴും ഹൗ അമേസിംഗ് ലുക്സ്. സീരിയസ്ലി. ആൻഡ് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ 1000 ബേബീസിന്റെ സെക്കൻഡ് പാർട്ട്, അതെന്ന് എന്ന് വരും? ഞാൻ അത് ആ ചോദ്യം ഇപ്പൊ കുറച്ചായിട്ട് ഉണ്ട് നമുക്ക്. അത് വരും. അതിന്റെ റൈറ്റിംഗ് ഒക്കെ എന്താ വെച്ചാൽ അത് നമ്മുടെ ഡയറക്ടറും അതുപോലെ തന്നെ അറൂസ് ഡയറക്ടറിന്റെ കൂടെയുള്ള കോ റൈറ്റർ, ഇവർ രണ്ടുപേരും ഒരു മൂവിയുടെ റൈറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിലിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് 1000 ബേബീസിന് നല്ല റെസ്പോൺസ് ഉണ്ട്. ലൈക്ക് ഇപ്പോഴും ഐ ഗെറ്റ് മെസ്സേജസ്, എന്താ പറയുക, വെൽ റിസീവ്ഡ് തന്നെയാണ്. ലൈക്ക് യു സൈഡ്, അതിൻ്റെ ക്ലൈമാക്സിനെ പറ്റിയൊക്കെ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തിനാ നിർത്തിയത് എന്നുള്ളൊരു ഇറിറ്റേഷൻ ഉണ്ട്. വീണ്ടും
ക്യാമറ ഓഫ് ചെയ്ത് തരുമ്പോൾ അതിനോട് ഒന്നുകൂടെ ചോദിക്കാൻ വേണ്ടിയിരുന്നു അതിനെന്താ സത്യം പറയുന്നത് മാത്രം പറയാം. ഞാൻ ആരോടും പറയില്ല, ഇത് കാണുന്നവരോട് മാത്രമേ പറയുള്ളൂ. അല്ല, കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറയാൻ എന്തായാലും ഒരു സ്പേസ് 1000 Babiesന് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് സീസൺ ഞാനും എക്സ്പെക്ട് ചെയ്യാണ് വെരി സൂൺ. ഓൾസോ അതിൽ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ നമ്മൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാർത്തകളിലൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരുപാട് തരം ഇൻസിഡൻറ്റുകൾ, ക്രൈമുകളൊക്കെ അതിൽ കുറച്ച് ഗോറായിട്ട് കാണിച്ചിട്ടുണ്ട് ഡയറക്ടർ. അതൊക്കെ നമ്മൾ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഇതുപോലെ ഒരു കഥ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് അമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓഹോ ഇത് കോട്ടയത്ത് തന്നെ. ഞാൻ പറഞ്ഞത് അതാണ് ഒരുപാട്. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, റൈറ്റർ അവരുടെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് എഴുതുന്നതല്ല. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കഥകളിൽ നിന്നും അവർ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇങ്ങനെ സീൻസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്കും വൈ ഡു യു ഹാവ് ടു ഗോ സോ വയലൻറ്റ്? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരം ലൈഫിൽ നമ്മൾ വാർത്തകളിൽ കാണുന്ന നമ്മൾ ഇന്ന് ന്യൂസൊക്കെ എങ്ങനെയായിരിക്കും അതിൻ്റെ വിഷ്വലൈസിങ്, എങ്ങനെയായിരിക്കും അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ അത് കുറച്ച് ഡിസ്റ്റർബിങ് തന്നെയാണ്. അപ്പോൾ അത് ഡിസ്റ്റർബിങ് ആയിട്ട് കാണിച്ചാൽ മാത്രമേ പ്രോബബ്ലി ആ ഇമ്പാക്റ്റ് ആൾക്കാരുടെ മനസ്സിലും വരുള്ളൂ. ദാറ്റ് ദിസ് ഇസ് ഹൗ ബാഡ് ഇറ്റ് ഈസ്, റൈറ്റ്? അപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ റിഫ്ലക്ഷൻ ഓഫ് വാട്ട് വി സീ അറൗണ്ട്. നമ്മൾ കാണുന്ന അതൊക്കെ തന്നെയാണല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബേബി സ്വാപ്പിംഗ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കുറേ ആൾക്കാരുടെ മനസ്സിലൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും നമ്മുടെ സിബ്ലിങ്സിന്റെ അടുത്ത് സ്ഥിരം പറയുന്ന ഡയലോഗാണ് തമാശകള്. ഞാൻ പറയും വെറുതെ കിട്ടിയതാണ്. എന്റെ സിസ്റ്റർക്ക് എന്റെ അടുത്ത് എപ്പോഴും പറഞ്ഞിരുന്നതാണ് നിന്നെ പുറത്തു നിർത്താറ്. ഫിലിപ്പിന് വരുന്നത് നിനക്ക് ഇപ്പോഴും ഫിലിപ്പിനോ കട്ടിട്ട് അവൻ ഇപ്പോഴും ഒരു ട്രോമയാണ്. പാവം, അങ്ങനെയൊന്നും പറയരുത് ആരോടും. ഇപ്പൊ പിന്നെ ട്രോമ എന്നൊക്കെ പറഞ്ഞ വാക്ക് കുറച്ച് മെയിൻ സ്ട്രീം ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും. അന്നൊന്നും ട്രോമ എന്ന് പോലും പറഞ്ഞാൽ നമുക്ക് അറിയില്ല. അങ്ങനെയായിരുന്നു ബാക്ക് ദെൻ, റൈറ്റ്? സോ ഇറ്റ്സ് ഓൾ ട്രോമാറ്റിക് അല്ലേ, ഡെഫിനറ്റ് ആയിട്ട്. അപ്പൊ അതിൽ ഇത് ആക്ച്വലി നമ്മുടെ വിടമാട്ടിലെ ഏറ്റവും ലാസ്റ്റ് ടഫ് സെഗ്മെന്റ് ആണ്. ഞാൻ ഇത്ര നേരം വളരെ ചില്ലായിട്ടാണെങ്കിലും ഈസി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈസി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഇത് ബുക്ക് ഓഫ് വിടമാട്ടെ. അപ്പൊ ഇതിനകത്ത് ആക്ച്വലി വരുന്ന എല്ലാ ആർട്ടിസ്റ്റും, ഞാൻ കണ്ടുമുട്ടുന്ന ആർട്ടിസ്റ്റുകളും ദേ റൈറ്റ് എ ക്വസ്റ്റ്യൻ ഫോർ ദ നെക്സ്റ്റ് ആർട്ടിസ്റ്റ്. ആൻഡ് അവര് അതിനോട് ഇപ്പം ലാസ്റ്റ് ഇപ്പം ചോദിച്ചിരിക്കുന്നത് തരുൺ മൂർത്തിയാണ്. അപ്പൊ തരുൺ ചോദിച്ചിരിക്കുന്നത് പ്രണയത്തിന്റെ സൂത്രവാക്യം. ദൈവമേ, ഞാനിപ്പോഴാണ് ആലോചിച്ചത്. തരുൺ ബ്രോനെ എനിക്ക് പരിചയമുണ്ട്, ഞാൻ നേരിട്ട് പറഞ്ഞാൽ മതി പുള്ളിയുടെ. ഹലോ, ബുക്ക് ഓഫ് വിടമാട്ട് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ പ്രണയത്തിന്റെ സൂത്രവാക്യം, ദ സീക്രട്ട് ഓഫ് ലവ്. സീക്രട്ട് ഓഫ് ലവോ? ഇതാ ഈശ്വര ട്രാൻസ്ലേഷൻ തെറ്റാണെങ്കിൽ എന്നെ ആരും പഞ്ഞിക്കിടരുത്, അതാണ് എന്റെ വിശ്വാസം. പ്രണയത്തിന്റെ സൂത്രവാക്യം എന്താണെന്നല്ലേ, എങ്ങനെ എന്താണ് പ്രണയം എന്നുള്ളത് എന്നോട് ഇത്രയും സീരിയസ് ആയിട്ട് ചോദിക്കാൻ പാടില്ല. എന്ത് പുള്ളി അത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ചോദ്യം? ഞാൻ ഇതിന്റെ ഉത്തരമാണോ എഴുതേണ്ടത്? ഇതിന്റെ ഷറഫുദ്ദീൻ ഈ ബുക്ക് കൊടുക്കുന്നുണ്ടോ? പിന്നെ വേറെയൊക്കെ കോഴിയുടെ ആണോ ആദ്യം ജനിച്ച? അങ്ങനെയായിരുന്നു ഈ ബുക്ക് പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല നല്ല ടോപ്പിക്സ് ഒക്കെ വരും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഞാൻ ഇതിന്റെ ഉത്തരമാണോ കൊടുക്കേണ്ടത്? അപ്പൊ എനിക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചാൽ മതിയോ? ഇതിന് ഉത്തരം കൊടുത്തിട്ട് അടുത്ത വരുന്ന ആർട്ടിസ്റ്റിനുള്ള ചോദ്യം എഴുതണം അതിന്. എന്റെ അമ്മ, ഇത് ഭയങ്കര ഇത് ടഫാട്ടോ. അത് പ്രണയത്തിന്റെ സൂത്രവാക്യം ബെസ്റ്റ് ആളോടെ ചോദിക്കണം. പ്രണയത്തിന്റെ സൂത്രം വാട്സാപ്പ് നമ്പർ കൊടുത്താൽ മതിയാ? എന്റെ സൂത്രം അത് അടുത്ത ഫീമെയിൽ ആണ്. ഒന്നും വേണ്ട. പ്രണയത്തിന്റെ സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ അതിൽ എഴുതിയാൽ മതിയോ? പറഞ്ഞിട്ട് കാര്യമില്ല, എഴുതിട്ട് പറഞ്ഞാൽ മതി. എഴുതിട്ട് പറയണോ ഞാൻ? അത് എനിക്ക് വായിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞാൽ പോരെ? ഇല്ല, ഇപ്പം വേണം. ആക്ച്വലി റൈറ്റ് ആൻഡ് റോങ് ഇല്ലേ, അതിന് അതീതമാണ് പ്രണയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലവ് ഇസ് ഓൾവേസ് റൈറ്റ് ആൻഡ് റോങ്ങിൻ്റെയും അതുപോലെ തന്നെ റൂൾ ബുക്കുകൾ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് ലവ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് ലവ് അല്ല, അതൊരു തരം ഭ്രമം മാത്രമാണ്. സോ ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ലവ് വിതൗട്ട് കണ്ടീഷൻ. സോ സൗണ്ട്സ് അമേസിംഗ്. കൊള്ളാലോ. അതാണ്. ഇതാണ് പറഞ്ഞത്. മറ്റേ തുടക്കത്തിൽ ഞാൻ അങ്ങനെയൊന്നും അത്രയും ഡീപ്പറായിട്ട് പറയുന്നത് ഭയങ്കര ഡീപ്പായി. ഞാനേ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ട? അടുത്ത ആൾക്കുള്ള ചോദ്യം അല്ലേ? അടുത്ത ആരാന്ന് എനിക്ക് അറിയില്ല. അടുത്ത ആർട്ടിസ്റ്റിനുള്ള ചോദ്യം എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാലോ? ഞാനത് എന്നോടൊന്ന് വിചാരിച്ചു. ഈ കാലഘട്ടത്തിലെ ഇനിയിപ്പോൾ ആരാണെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു റെലവെന്റ് ആയിട്ടുള്ള ചോദ്യം, എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? അതിന്റെ ഉത്തരം ഞാൻ തുടക്കത്തിൽ കുറെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഞാനത് ചോദിക്കാം, എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? അറിയെങ്കിൽ നമുക്കും അത് പിടിച്ചു നോക്കാലോ.
ഇപ്പോഴൊന്നും ചോദിക്കണ്ട, അപ്പൊ പിന്നെ അവർക്ക് ഈഗോ ഹർട്ടാവും. എങ്ങനെ പിടിച്ചേക്കുന്നത്? ഇപ്പോഴും ഇല്ല, എങ്ങനെ പിടിച്ചേക്കുന്നു? എന്നും കൂടെ ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. പേരും സിഗ്നേച്ചറും. പേരും സിഗ്നേച്ചറൊക്കെ ഞാൻ ഇടാം, അതൊന്നും ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നോട് മറ്റേ ചോദ്യമായിരുന്നു ബുദ്ധിമുട്ട്. അർജുൻ ചോദിച്ച എല്ലാ ആഴ്ചയിലും സിഗ്നേച്ചർ എടുക്കുന്നുണ്ട്, ഇതുവരെ ചെക്ക് ബുക്കിന് വേണ്ടിയാ. അത്രേ ഉള്ളൂ, അപ്പോൾ കഴിഞ്ഞു. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ എങ്ങനെ പിടിച്ചു അതാണ് ചോദിക്കാനുള്ളത്. ഞാൻ താങ്കളിൽ നിന്ന് തുടങ്ങിയിട്ടില്ല, നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. നമ്മളെങ്ങനെയാ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എല്ലാം ഉണ്ട്, ഒരു ബാലൻസ് ആയിട്ട് ഇങ്ങനെ പോകും. അതെങ്ങനെയാണെന്നാണ് ചോദ്യം. ആ ബാലൻസിങ് പറഞ്ഞ പോലെ മെഡിറ്റേഷന്, വായന, ഫ്രസ്ട്രേഷൻ അടുത്തുള്ളവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നു അത് ചോദിക്കണ്ട. അതാണ് ശരിക്കും എല്ലാരും എന്നോട് ചോദിക്കുന്നത്. അതും കൂടെ ചോദിക്കണോ? അത് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു, അടുത്തുള്ളവരെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? എന്നോട് സാധാരണ എല്ലാരും ചോദിക്കുന്നത് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. അതിന് റിയലി ഗ്രേറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഒത്തിരി പ്രിപ്പയർ ഒന്നും അല്ല, പക്ഷെ വി വർ ലൈക്ക് ദി കോൺവെർസേഷൻ വാസ് ഫ്ലോയിങ്. ഐ വാസ് ഇൻ യുവർ സ്പേസ്. ഞാൻ അധികം ഇന്റർവ്യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അല്ലു അർജുൻ അങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ നോ ദാറ്റ് ഫീലിംഗ്. മാത്രമല്ല ഐ വാസ് ഓൾവേസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ക്യാമറ. അപ്പോൾ എനിക്ക് ആ സൈഡിലുള്ളവരോട് ഒരു പ്രത്യേക കൺസിഡറേഷനും ഇതൊക്കെയാണ്, കമ്പാഷനൊക്കെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഓൺ. താങ്ക് യു സോ മച്ച്. ഹാപ്പി. താങ്ക് യു. വിടമാട്ടേ.